നമസ്കാരം, ലൈഫ് ഇൻ അമേരിക്ക ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. എല്ലാവരും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്നോ പെയ്തോ അതിന്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. ഇന്നലെയാണ് ഇപ്പം ആദ്യത്തെ സ്നോ പെയ്തത് ഇവിടെ. അപ്പം രാവിലെ മുതലേ പെയ്തു പിന്നെ രാത്രിയൊക്കെ മുഴുവനും പെയ്തുകൊണ്ടിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസമായി കഴിഞ്ഞപ്പോൾ മൊത്തം സ്നോ ആണ് ചുറ്റിനും. അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ കാണാം. അതായത് നമ്മള് സാധാരണ രീതിയിൽ കിടന്നതെല്ലാം ഇപ്പൊ മഞ്ഞ് മൂടിയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോസ് നമുക്ക് കാണാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പം മഞ്ഞ് വീണ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇത് വെച്ച് മഞ്ഞ് വീണതിന് ശേഷം ഇനി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സീക്വൻസിൽ കാണാം. നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാകും. ഞങ്ങളുടെ ബാക്ക് സൈഡിലൊന്ന് പോയി നോക്കാം. നിങ്ങൾ വേറെ വീഡിയോസിലാണെങ്കിലും കണ്ടിട്ടുണ്ട് ബാക്ക് സൈഡ് വീടിന്റെ. പക്ഷെ ഇപ്പൊ എന്തൊരു ഡിഫറെന്റ് ആണ്. ഒത്തിരി സ്നോ പെയ്തപ്പോഴേക്കും എത്ര ഡിഫറെന്റ് ആയി അത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിപ്പോ ഞാൻ വീടിന്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഞാൻ പല വീഡിയോസിലും വീടിന്റെ ബാക്ക് സൈഡ് ഇപ്പൊ പച്ചക്കറി കൃഷി ചെയ്തതാണെങ്കിലും അപ്പോൾ കൃഷി മൊത്തം പോയിട്ടോ. ഇനിയിപ്പം വിന്ററിൽ ആ ഒരു സംഭവമൊന്നുമില്ല, മുഴുവൻ പോയി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വീടിന്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് കറിവേപ്പില, പച്ചമുളക്, അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ വീടിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ മൊത്തം പോയി. നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ ഈ ഒരു സ്ഥലത്തായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾ ബാക്കിലെ മരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊത്തമായിട്ട് എല്ലാം ഇലകളും കൊഴിഞ്ഞു കഴിഞ്ഞു ഈ സമയം കൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു 4 സീസൺസും നമുക്ക്, അതായത് ആ സമ്മർ, സ്പ്രിങ്, ഓട്ടം, വിന്റർ, അതിങ്ങനെ കാണുന്ന നമുക്ക് ഇങ്ങനെ വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റും ഇവിടെ. ഇപ്പൊ ഒന്ന് നോക്കൂ, ഈ മരങ്ങളിലൊന്നും ഒരു ഇല പോലും ഇല്ല. പിന്നെ മുഴുവനായിട്ട് വിന്ററിന് റെഡിയായി കഴിഞ്ഞത്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ വീടിന് ചുറ്റുഭാഗം ഇരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ മുന്നേ ഉള്ള ചെയ്ത വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത്. ഇനി നമുക്ക്
കമ്മ്യൂണിറ്റീൻ്റെ മറ്റ് സൈഡിലൊന്ന് പോയിട്ട് നോക്കാം. ഞങ്ങൾ വീട് നിൽക്കുന്ന കമ്മ്യൂണിറ്റി മറ്റ് വീടുകളൊക്കെ മഞ്ഞിൽ വീണ് കിടക്കുന്ന കാണാനൊരു കുറച്ച് ഭംഗിയാണല്ലോ. അപ്പോൾ നമുക്കൊന്നും പോയി കാണാം. ഞങ്ങളെ വീടിന് ചുറ്റും ഉള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇത്. നല്ല തണുപ്പുണ്ട്, കാരണം -6 ആണെന്ന് ഞാൻ പറഞ്ഞു. ഫീൽസ് ലൈക്ക് -6 ആണ്. 0 ഡിഗ്രി ആണെങ്കിലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ തണുപ്പ് നടക്കാൻ. അപ്പോൾ ഞാൻ അധികം ദൂരമൊന്നും പോകുന്നില്ല, നമുക്ക് കുറച്ച് ദൂരം ഇങ്ങനെ പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ കാണാം. ഇവിടെ കുട്ടികളൊക്കെ കുറച്ച് പുറത്തിറങ്ങി കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ആളുകൾ ഇങ്ങനെ നടക്കാനൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ മുഴുവനായിട്ട് അകത്തേക്കില്ല. എന്നാലും നമ്മൾ ഈ ഒരു വിൻ്റർ ടൈം എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും വീടിനകത്ത് തന്നെ ചുരുണ്ട് കൂടിയിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പുറമേ കാണാനായിട്ട്. അപ്പം എന്തായാലും ഞാൻ തിരിച്ച് നടക്കണം, കാരണം എനിക്ക് ഇത്രയും തണുപ്പത്ത് എനിക്ക് എന്താ പറയുക ഒരുപാട് നടക്കാൻ പറ്റില്ല. എനിക്ക് ഓൾറെഡി കൈയൊക്കെ കോച്ചുന്ന പോലെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നടക്കുകയാണ്. മഞ്ഞ് വീണതിന് ശേഷം ഞങ്ങളുടെ വീടാണിത്. ക്രിസ്മസിനൊക്കെ വേണ്ടി റെഡിയായി നിൽക്കുന്ന പോലെ തന്നെ ഇല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ മഞ്ഞുകാല കാഴ്ചകളാണ് കാണാൻ ആഗ്രഹം? തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. നമസ്കാരം.